ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ പ്ലംബിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ കമ്പി കാര്യങ്ങളൊക്കെ കെട്ടി ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ബാത്റൂം നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ ഫ്ലോർ ലെവലിനേക്കാളും, അതായത് ലെവലിൽ നിന്നും ഏകദേശം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചോളം താഴ്ത്തിയാണ് നമ്മൾ ബാത്റൂം ഇടാറ്. അപ്പോൾ ഔട്ട് പോകുന്ന പൈപ്പ് നമ്മൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട്, ഫുൾ കോൺക്രീറ്റിങ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് നമുക്കൊരു ഹോള് കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. കാരണം വെച്ചാൽ ഈ പുറമേ വരുന്ന ഭിത്തി കാര്യങ്ങൾ സൺഷെയ്ഡോ കാര്യങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പ്, 4 ഇഞ്ച് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ സെപ്റ്റിക്കിൻ്റെ ഡ്രൈനേജ് പൈപ്പും പിന്നെ കുളിക്കുന്ന വെള്ളം കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഇഞ്ച് പൈപ്പും ഇത്രയാണ് വരുന്നത്. നമ്മൾ പുറത്തേക്ക് തുളയ്ക്കേണ്ടതായിട്ട് അത്യാവശ്യമായിട്ട് വരും. അത് വരുന്നത് നമ്മൾ ഈ ബീമുകൾ കംപ്ലീറ്റ് തുളച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ തുളയ്ക്കുമ്പോൾ ഹൈ റിസ്ക് ആയിരിക്കും വരുന്നത്. കാരണം അത്രയും കനം കൂടിയ ബീമും 10 ഇഞ്ച് വരുന്ന ബീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ തുളയ്ക്കേണ്ടത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുണ്ട് വാഴയുടെ പിണ്ടി, അതായത് വാഴയുടെ തണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 4 ഇഞ്ച് വലിപ്പം വരാവുന്ന രീതിയിലും പിന്നെ ഒരു 2 ഇഞ്ച് വലിപ്പം വരാവുന്ന രീതിയിലുള്ള 2 വാഴ തണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ആ കമ്പിയുടെ ഭിത്തിയുടെ കറക്റ്റ് കനം കട്ട് ചെയ്തതിന് ശേഷം അത് ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കമ്പി കാര്യങ്ങളൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റീൽ കട്ട് ചെയ്യേണ്ടതിന് നേരെ അതിലേക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എവിടേക്കാണോ നമുക്ക് ഈ ഹോളുകൾ വേണ്ടത് അവിടെ എല്ലാം നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ വാഴയുടെ തണ്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആ തണ്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. വാഴയുടെ തണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ച് പൈപ്പിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് വലിപ്പത്തിൽ തന്നെ കിട്ടും. പിന്നീട് നമുക്ക് ഇത് സിമ്പിളായിട്ട് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം സിമ്പിളായിട്ട് അത് കുത്തി കളഞ്ഞാൽ സിമ്പിളായിട്ട് പുറത്തേക്ക് കളയാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് ഈ പറഞ്ഞ അത്രയും റിസ്ക് എടുത്ത് നമുക്ക് അത്രയും ബീം കാര്യങ്ങൾ, അതായത് ബാത്റൂമിൻ്റെ ഔട്ട് തുളയ്ക്കേണ്ടത് അത്യാവശ്യം വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോൺക്രീറ്റ് താഴെ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് ഇടുന്നത് അളവ് നമുക്കായിരിക്കണം ഏകദേശം ഒരു 3 ഇഞ്ചോളം 4 ഇഞ്ചോളം അടിയുടെ ലെവൽ ഉണ്ടാവും. അതിൽ നിന്ന് പൊക്കിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന നമ്മുടെ വാഴയുടെ തണ്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഫുൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ വെച്ച്, അതായത് വാർക്കയുടെ സെറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് നമുക്കിനി കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നും അതിൻ്റെ ഉള്ളിൽ തട്ടടിക്കുന്നതിന് മുന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡ് കാണാൻ സാധിക്കും. നമുക്കത് ആ വാഴയുടെ തണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം അത് മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ഇടാവുന്ന രീതിയിൽ തന്നെ ആ സ്ക്വയർ ചെയ്ത് അത് തട്ടടിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. പിന്നീട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ലെവലിൽ നമുക്ക് ഹോളിലേക്ക് പൈപ്പുകൾ കൊണ്ടുപോകാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോർ കട്ടിങ് ഉപയോഗിക്കേണ്ടി വരും. അതായത് കോർ കട്ടിങ്ങിന് ഒരു സെപ്പറേറ്റ് മെഷീൻ വരുത്തേണ്ടി വരും. അതിൻ്റെ ചിലവ് കാര്യങ്ങൾ, എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഒരു ഹോൾ അടിക്കുന്നതിന് ഏകദേശം 1000-1500 രൂപയ്ക്കാണ് ചിലവർ വാങ്ങിക്കുന്നത്. പിന്നെ റിസ്ക് കൂടുന്നതനുസരിച്ചിട്ട് ഹൈറ്റിൽ റിസ്ക് കൂടുന്നതിന് അതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ ഈ കോർ കട്ടിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പൈപ്പ് ഔട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷനും നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.